ചേർത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. നമ്മളതാ ചെയ്യേണ്ടത്. മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം തീരും, എല്ലാ പ്രശ്നം തീരും. അമ്മമാര് പുതിയ ഡാമും പണിയാൻ എപ്പോഴേ ഇപ്പൊ അവരെ കസ്റ്റഡിയിൽ എല്ലാത്തോണ്ട് അവർ കയറി അമ്മമാർ ഒന്നും പണി നടക്കത്തില്ല. ചാടാൻ നിൽക്കുന്നുണ്ടോ അപ്പച്ചനൊക്കെ റെഡി ആയിട്ട്. സൈസ് വെച്ച് നിൽക്കുമോ? പക്ക സോപ്പ് കൂട്ടി അത് എടുത്തമാർ മൊത്തം നശിച്ചു പോയില്ലേ, മാനക്കേടായി പോയില്ലേ എല്ലാത്തിനും. അന്യായ വിലയും കൊടുത്തെടുത്തിട്ട് 10 ലക്ഷം 12 ലക്ഷം രൂപ വിലയാണ്. വണ്ടി പറയാൻ ഭയങ്കര ചാൻസ് കൂടുതലുള്ള വണ്ടി. അതിങ്ങനെ കറക്റ്റ് സ്ക്വയർ ഇരിക്കുകയാണ്, വീൽ ബേസ് കുറവാണ്. ഒരു സ്ട്രൈറ്റ് റോഡിലൊക്കെ കുറച്ച് പോകാൻ പോകാനിരിക്കും. വെയിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി.
പോകണം നമ്മള്. അതിലേക്കൂടെ തന്നെ പോകും. എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ടോ? ബൈക്കുകാരാണോ കാറുകാരാണോ എത്തും നമ്മളിത് സാമാൻ എടുത്ത് വഴിയിൽ കളയണം. ആരെങ്കിലും നിർത്തിയിട്ട് എടുത്ത് കളയണം. അതാണ് വേണ്ടത് അല്ലേ? ഈ ലൈറ്റിനാണ് പറയുന്നത് ഹെവൻലി ലൈറ്റ്. അങ്ങനെ എന്താ നമുക്ക് ക്ലൗഡ്സിന്റെ ഇടയ്ക്കും താഴെ ലൈറ്റ് പോകുന്നതാണ്. മറ്റടുത്ത് ഭയങ്കര ഡേഞ്ചർ. അത് അങ്ങനെ അത് ഇടിച്ചിട്ട് കൊണ്ട് ആൾക്കാരാണ് പൊടിച്ചിട്ടിരിക്കുന്നത്. ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, ഇറങ്ങുന്നേ ഉള്ളു. വേറെ ഒന്നുമില്ലല്ലോ. വണ്ടി ഓടിക്കോ. ഇറങ്ങുമോ? ഞാൻ വിളിക്കാം. ഇറങ്ങിക്കൊണ്ടിരിക്കോ. റെസ്റ്റോറന്റ് കണ്ടാ കിടന്ന് അടിപൊളി. നീക്കിയൊക്കെ പറയാനോട്ടോ നമുക്ക്. അവിടെ നിർത്താൻ പറ. ആ സാമാന്യം ഇച്ചിരി അവനെ ഇടിച്ച സ്ഥിതിക്ക് നീക്കി വെച്ചിട്ട് പോകൂടെ? പറഞ്ഞത് ഞാൻ കണ്ടില്ല. നമുക്ക് ഇതിനകത്ത് കാണാൻ അവിടെ ഇരുന്നേ. ഒന്ന് ജോബിനങ്ങളോട് വിടില്ലെങ്കിൽ ഒന്ന് ബാക്കി പോരി. ആ ശരി, ഓക്കെ. സൗണ്ട് ഉണ്ടാക്കരുത്. നമ്മൾ തേനി എത്തുന്ന വരെ സൗണ്ട് ഉണ്ടാക്കരുത്. സൗണ്ട് ഉണ്ടാക്കരുത്, കുഞ്ഞുറങ്ങും. ഞാനത് കാര്യം ഞാൻ പറഞ്ഞത് അതെന്താന്നുള്ള ചോദ്യം വേണ്ട. കൊച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് പുംസങ്ങാണ് ബാക്കി പോയിരിക്കേണ്ടി വന്ന രണ്ടിനെ ഞാൻ ചവിട്ടി എടുത്ത് പുറത്തേക്കളി. സൗണ്ട് പുറത്ത് കേട്ടേക്കരുത്. ഞാൻ പറയുന്നിടം വരെ. ഇന്ന് കൊച്ചങ്ങാണ് സൗണ്ട് കേട്ട് എഴുന്നേറ്റ രണ്ടിനും ഞാൻ എടുത്ത് ഞാൻ പുറത്തേക്കളി.
ഇല്ലേ എന്ത് ഷെഡ് അടിച്ച് പണിഞ്ഞിട്ടേക്കുന്നേ എന്തിനാ റെന്റിന് കൊടുക്കാൻ. വീടോ? ആ നമ്മുടെ ഇല്ല പൊക്കിക്കോട്ട് വന്ന പോലെയുള്ള വീട് കളറൊക്കെ അടിച്ചിട്ടേക്കുക സ്റ്റൈലായിട്ട്. സ്റ്റൈലോടെ പണിയിട്ടേക്കുന്നത്. അതായത് ഒരു 10 എണ്ണം അടുപ്പിച്ച് പണിയിട്ട് കഴിഞ്ഞാൽ ഒരു ലുക്ക് വരും. അതെ അതെ. ബ്രേക്ക് കേട്ടോ. ഗേറ്റ് വലിയ ശല്യം വന്നിട്ടുണ്ട്. നീ നമ്മുടെ ചൊറിയുന്ന എന്തിനാ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരള എഴുതി വെക്കാൻ പറ്റൂടാ. ഇല്ല, തമിഴ്നാട് 43K കണ്ടോ, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മള് കേരള 26 എഴുതി വെച്ചാൽ അന്നേരം ഫൈനാ. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടല്ലോ, ആ ഫോമിൽ തന്നെ വേണം നമ്പർ പ്ലേറ്റ്. ഇത് ആർക്കറിയാം എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്.